ചാലക്കുടി പോട്ട ബാങ്ക് കൊള്ളക്കേസിലെ പ്രതി റിജോ ആന്റണി റിമാൻഡിൽ. പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകി. ബാങ്കിലും സുഹൃത്തിന്റെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തദ്ദേശ ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പ്രഖ്യാപിച്ചു. മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം ഗുരുവായൂരിനും മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം വെങ്കിടങ്ങിനും ലഭിച്ചു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ രണ്ടാം ഘട്ട ചികിത്സാ ദൌത്യം ചൊവ്വാഴ്ച തുടങ്ങും. ദൌത്യത്തിനായി കുങ്കി ആനകളെ എത്തിച്ചു. പെരുമ്പിലാവിൽ ബാറിൽ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് സ്വദേശി ഷക്കീറിനാണ് സുരക്ഷാ ജീവനക്കാരുടെ മർദ്ദനമേറ്റത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ കയ്യാങ്കളി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാള അഷ്ടമിച്ചിറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു. പഴമ്പള്ളി വീട്ടിൽ സുരേഷ്മയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ പ്രതി റിജോ ആന്റണിയെ ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിൽ നിന്ന് പട്ടാപ്പകൽ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ ബാങ്കിന്റെ പരിസരത്ത് തന്നെയുള്ള ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയെ കവർച്ച നടത്തി 36 മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ ദിവസമാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. പ്രതിയുടെ വീട്ടിൽ നിന്ന് 12 ലക്ഷം രൂപയും പ്രതി കടം വാങ്ങിയ സുഹൃത്തിന് നൽകിയ 2,90,000 രൂപയും ഉൾപ്പെടെ 14,90,000 രൂപ പോലീസ് കണ്ടെടുത്തു. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത പോലീസ് തിങ്കളാഴ്ച രാവിലെ പ്രതിയുടെ വീട്ടിലും കവർച്ച നടത്തിയ ബാങ്കിലും പ്രതി പണം കൈമാറിയ സുഹൃത്തിന്റെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബാങ്കിൽ നടത്തിയ തെളിവെടുപ്പ് 20 മിനിറ്റോളം നീണ്ടുനിന്നു. തെളിവെടുപ്പിനായി പ്രതിയെ ബാങ്കിന് മുന്നിൽ എത്തിച്ചതറിഞ്ഞ് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. പിന്നീട് ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വൻ സുരക്ഷാ സന്നാഹത്തോടെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. 30 മിനിറ്റിലേറെ നീണ്ട കോടതി നടപടികൾക്ക് ശേഷം പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. വിയ്യൂർ ജില്ലാ ജയിലിലേക്ക് അയച്ചു. അപ്പോൾ ഇന്നിപ്പോൾ റിമാൻഡ് ചെയ്തെങ്കിലും നാളെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് കസ്റ്റഡി ആപ്ലിക്കേഷൻ പരിഗണിക്കും. അതിനോടൊപ്പം തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യും. അതുപോലെ 3 ഒഫൻസ് നോൺ ബെയിലബിളാണ്. 1 റോബറി, 2 ഹൗസ് ബ്രേക്കിംഗ്, 3 ക്രിമിനൽ ട്രെസ്പാസ്. അതിൽ 3 നോൺ ബെയിലബിൾ ഒഫൻസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെയാണ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും കസ്റ്റഡി വാങ്ങിയതിന് ശേഷം വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തിട്ടായിരിക്കും ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുക. അതുവരെ ഇപ്പോൾ ഈ ഒരു ജയിലിലേക്ക് ആളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ബെയിൽ ഇപ്പോൾ നാളേക്ക് കൺസിഡർ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ കോടതി തീരുമാനിക്കും. നാളെ പ്രൊഡക്ഷനുണ്ട്. നാളെ കസ്റ്റഡി ആപ്ലിക്കേഷൻ പരിഗണിക്കും. പിന്നീട് ബെയിൽ ആപ്ലിക്കേഷൻ പരിഗണിക്കും. റിക്കവറി ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തോ ചെറിയ കാര്യങ്ങളുള്ളൂ. എമൗണ്ട് ഏതാണ്ട് റിക്കവർ ചെയ്തെന്നാണ് പറയണത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കോടതി നാളെ തീരുമാനിക്കട്ടെ, അല്ലേ എൻ്റെ ശരി. ചാലക്കുടി ബാങ്ക് കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടാൻ പോലീസ് പരിശോധിച്ചത് 500-ലേറെ CCTV ദൃശ്യങ്ങൾ. കവർച്ചാ സമയത്ത് ധരിച്ചിരുന്ന ജാക്കറ്റ് പ്രതി വീട്ടിലെത്തി കത്തിച്ചു. ബാങ്ക് കൊള്ളക്കാരനെ തേടി നാടുമുഴുവൻ പോലീസ് തിരച്ചിൽ നടത്തുമ്പോൾ പ്രതി റിജോ ആന്റണി ഒരു കൂസലുമില്ലാതെ നടക്കുകയായിരുന്നു. ആർക്കും സംശയത്തിനിട നൽകാതെയായിരുന്നു പ്രതിയുടെ പെരുമാറ്റവും. ഞായറാഴ്ച പ്രതിയുടെ വീട്ടിൽ നടത്തിയ കുടുംബസമ്മേളനത്തിലും ബാങ്ക് കൊള്ള വിഷയമായപ്പോൾ കള്ളൻ ഏതെങ്കിലും കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാകും എന്നായിരുന്നു റിജോയുടെ പ്രതികരണം. വൻ ആസൂത്രണം നടത്തിയാണ് പ്രതി കവർച്ച നടത്തിയത്. കവർച്ചാ സമയത്ത് പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. കവർച്ച ചെയ്യുമ്പോൾ ധരിച്ചിരുന്ന ജാക്കറ്റ് വീട്ടിലെത്തി കത്തിച്ചു കളഞ്ഞു. അതേസമയം ബാങ്ക് കവർച്ചയ്ക്ക് വേണ്ടി റിജോ നടത്തിയ ആസൂത്രണത്തെക്കാളും മികവോടെയാണ് പ്രതിയെ പിടികൂടാൻ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വലവിരിച്ചത്. സംഭവമറിഞ്ഞെത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബാങ്ക് കവർച്ചാ കേസുകൾ അന്വേഷിച്ച പോലീസ് സംഘത്തെ ഉൾപ്പെടുത്തി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു. ബാങ്ക് ജീവനക്കാരുടെ മൊഴിയും ഇടപാടുകാരുടെ വിവരങ്ങളും ശേഖരിച്ചു. ബാങ്കിലേത് ഉൾപ്പെടെ 500ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചു. ബാങ്കിലെ CCTV ക്യാമറയിൽ നിന്ന് തന്നെ പ്രതിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ
ശനിയാഴ്ച രാത്രിയോടെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ പ്രതിയെക്കുറിച്ച് വ്യക്തമായ ധാരണയായി. അപ്പോൾ മുതൽ തന്നെ പ്രതിയുടെ വീട് നിരീക്ഷണത്തിലാക്കിയ പോലീസ് സംഘം വൈകിട്ടോടെ വീട് വളഞ്ഞ് റിജോയെ പിടികൂടുകയായിരുന്നു. പോലീസ് പിടികൂടി 3 മിനിറ്റിനുള്ളിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു. ബാങ്ക് കവർച്ച കേസിലെ പ്രതിയെ പിടികൂടിയതോടെ അത് പോലീസിന് മറ്റൊരു പൊൻതൂവൽ കൂടിയായി. പോലീസിന്റെ അന്വേഷണ മികവിനു മുന്നിൽ കള്ളൻ മുട്ടുമടക്കി എന്നാണ് പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. TC വിനോസ്, തൃശൂർ. കൃത്യത്തിനു ശേഷവും റിജോ ആന്റണി സാധാരണ പോലെ പെരുമാറി. കവർച്ചയ്ക്ക് ശേഷം സ്കൂട്ടറിൽ വീട്ടിലെത്തിയ ഇയാൾ വെള്ളിയാഴ്ച വൈകിട്ട് പതിവ് പോലെ പോട്ട ജംഗ്ഷനിൽ എത്തി. കടയിൽ നിന്ന് സാധനങ്ങളും വാങ്ങി. ചിലരുമായി സംസാരിക്കുകയും ചെയ്തു. മൊബൈൽ ഫോണിൽ ബാങ്ക് കവർച്ചയെപ്പറ്റിയുള്ള ചാനൽ വാർത്തകളും കണ്ടു. ശനിയാഴ്ച അന്നനാട് വേലുപ്പള്ളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയി. ഇതിനിടയിൽ സുഹൃത്ത് ബിനീഷിന്റെ പക്കൽ നിന്ന് വാങ്ങിയ പണം തിരികെ നൽകി. അന്നുതന്നെ മേലൂരിലെ തറവാട് വീട്ടിലുമെത്തി. ഈ സമയങ്ങളിലൊന്നും പ്രതിക്ക് യാതൊരുവിധ ഭാവഭേദവും ഉണ്ടായില്ലെന്ന് പോലീസ് പറയുന്നു. ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും ഹെൽമറ്റ്, സഞ്ചരിച്ച സ്കൂട്ടർ എന്നിവ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ആഡംബര ജീവിതത്തിന് പുറമെ പരസ്ത്രീ ബന്ധത്തിനും വലിയ തുക പ്രതി ചെലവാക്കിയിരുന്നതായി പോലീസ് പറഞ്ഞു. സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷം ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി ഗുരുവായൂരിൽ നടക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അറിയിച്ചു. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സംസ്ഥാന അവാർഡുകളും മന്ത്രി പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10-ന് ഗുരുവായൂരിൽ നടക്കുന്ന അക്കാദമിക് സെക്ഷന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് നിർവഹിക്കും. ബുധനാഴ്ച രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും തദ്ദേശകം മാസികയുടെ പ്രകാശനവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ഉച്ചയ്ക്ക് 12-ന് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 2025 നവംബർ 1 ആകുമ്പോഴേക്കും അതിദാരിദ്ര്യമില്ലാത്ത കേരളമെന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഇതിനകം 5,41,316 വീടുകൾ അനുവദിച്ചു. ഇതിൽ 4,29,425 വീടുകൾ പൂർത്തിയാക്കി. 1,11,891 വീടുകൾ നിർമ്മാണത്തിലാണ്. ത്രിതല പഞ്ചായത്തുകളിൽ കെ-സ്മാർട്ട് പദ്ധതിയുമായി മുന്നോട്ടു പോകുകയാണെന്നും എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരതയുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണെന്നും മന്ത്രി അറിയിച്ചു. തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സംസ്ഥാന അവാർഡുകൾ മന്ത്രി പ്രഖ്യാപിച്ചു. സ്വരാജ് പുരസ്കാരത്തിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തായി കൊല്ലം ജില്ലാ പഞ്ചായത്തിനെയും, മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മലപ്പുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനെയും, മികച്ച രണ്ടാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെയും തിരഞ്ഞെടുത്തു. മികച്ച ഗ്രാമപഞ്ചായത്തായി കോട്ടയം വെളിയന്നൂർ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തപ്പോൾ 3-ാം സ്ഥാനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ചപ്പോൾ തൃശൂരിന് അഭിമാന നേട്ടമായി. 1-ാം സ്ഥാനം ഗുരുവായൂർ നേടിയപ്പോൾ 2-ാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ്. മികച്ച മുനിസിപ്പാലിറ്റി ആകെ 250 മാർക്കാണ്. 168 മാർക്ക് നേടിയ തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ്. 138 മാർക്ക് നേടിയ തൃശൂർ ജില്ലയിലെ തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കാണ് 2-ാം സ്ഥാനം. സ്വരാജ് ജില്ലാ പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം എളവള്ളി ഗ്രാമപഞ്ചായത്തും 2-ാം സ്ഥാനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തും നേടി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള മഹാത്മാ പുരസ്കാരത്തിന് ജില്ലാതലത്തിൽ 1-ാം സ്ഥാനം വെങ്കിടങ്ങ് പഞ്ചായത്തും 2-ാം സ്ഥാനം പാവറട്ടി പഞ്ചായത്തും നേടി. മികച്ച നഗരസഭയ്ക്കുള്ള മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, ഡയറക്ടർ സൂരജ് ഷാജി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ. തുടർച്ചയായി 3-ാം തവണയും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു. വർഷത്തിൽ പ്രസിഡന്റായിരുന്ന MR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കാഴ്ചവെച്ച മികച്ച പ്രവർത്തനത്തിനാണ് കൊടകരയ്ക്ക് സംസ്ഥാനത്ത് 2-ാം സ്ഥാനം ലഭിച്ചത്. 19-ന് ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷ പരിപാടിയിൽ കൊടകര ബ്ലോക്കിന് വേണ്ടി പ്രസിഡന്റ് KM ചന്ദ്രൻ മന്ത്രി MP രാജേഷിൽ നിന്ന് സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും ഏറ്റുവാങ്ങും. സംസ്ഥാന സർക്കാരിന്റെ 2023-24 വർഷത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ 2-ാം സ്ഥാനവും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ 1-ാം സ്ഥാനവും നേടി വടക്കാഞ്ചേരി നഗരസഭ. മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ തുടർച്ചയായി 3-ാം തവണയാണ് നഗരസഭ ഈ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുന്നത്. 40 ലക്ഷം രൂപയും ട്രോഫിയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം.
സർക്കാർ നിർദ്ദേശിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് നഗരസഭ ഈ മികച്ച നേട്ടം കൈവരിച്ചത്. സുസ്ഥിര വികസനത്തിലൂന്നിയ മാതൃകാപരമായ പദ്ധതികളാണ് നഗരസഭ ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ കേരളത്തിൽ ആദ്യമായി മൈക്രോ പ്ലാൻ തയ്യാറാക്കി പദ്ധതി നടപ്പാക്കിയത് വടക്കാഞ്ചേരി നഗരസഭയാണ്. മാലിന്യ സംസ്കരണ രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സംസ്ഥാനത്തിന് തന്നെ മാതൃക തീർക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു. നഗരസഭയിലെ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെയാണ് അഭിമാനാർഹമായ പുരസ്കാരങ്ങൾ നഗരസഭയ്ക്ക് നേടാനായതെന്ന് നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അറിയിച്ചു. നഗരസഭ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും ഒന്നായി കാണുന്നൊരു സ്ഥിതിയിലേക്ക് വടക്കാഞ്ചേരി നഗരസഭയുടെ ഭരണസമിതിക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി കൊണ്ട് തന്നെയാണ് എന്തെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞാലും നഗരസഭ ജനപ്രതിനിധികളെ അത് ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് വടക്കാഞ്ചേരി നഗരസഭയെ ഒറ്റ യൂണിറ്റായി കാണാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യത്തിലേക്ക് വടക്കാഞ്ചേരി നഗരസഭ മാറിയതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് 3 തവണകളായി നഗരസഭയ്ക്ക് ലഭിക്കുന്ന ഈ അംഗീകാരം, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം. തദ്ദേശ ദിനത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന ത്രിദിന ചുമർ ചിത്രരചന ക്യാമ്പിന് തുടക്കമായി. EMS സ്ക്വയറിൽ ആരംഭിച്ച ക്യാമ്പ് പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ചിത്രകലയിലൂടെ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യം, ശുചിത്വം, പരിസ്ഥിതി എന്നീ വിഷയങ്ങളെ ആധാരമാക്കിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ KU കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ 30ഓളം ചിത്രകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. പൂർത്തിയാക്കിയ ചിത്രങ്ങൾ നഗരസഭയ്ക്ക് കൈമാറും. ക്യാമ്പ് 19-ന് സമാപിക്കും. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് 2ാം ഘട്ട ചികിത്സാ ദൗത്യം ചൊവ്വാഴ്ച തുടങ്ങും. ആനയെ മെരുക്കുന്നതിനായി 2 കുങ്കിയാനകളെ കൂടി എത്തിച്ചു. വയനാട്ടിൽ നിന്നുള്ള സുരേന്ദ്രൻ, കുഞ്ചു എന്നീ കുങ്കിയാനകളെയാണ് എത്തിച്ചത്. വിക്രം എന്ന താപ്പാനയെ കഴിഞ്ഞ ദിവസം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ 15ാം ബ്ലോക്കിൽ എത്തിച്ചിരുന്നു. അങ്കണവാടിക്ക് സമീപം പ്രത്യേക സുരക്ഷയിലാണ് കുങ്കിയാനകളെ കെട്ടിയിട്ടിരിക്കുന്നത്. മറ്റാനകൾ കടക്കാതിരിക്കാനുള്ള ഫെൻസിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ജനവാസ മേഖലയിലാണ് കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുള്ളത്. കൊമ്പനെ പിടികൂടി ചികിത്സിക്കാൻ കോടനാട് ആനക്കൂട് തയ്യാറാക്കുന്നുണ്ട്. പിന്നീട് കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ പിടികൂടി ചികിത്സാർത്ഥം കോടനാടേക്ക് കൊണ്ടുപോകും. പെരുമ്പിലാവ് KR ബാറിൽ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് കരിക്കാട് ചോല സ്വദേശി ഷക്കീറിനെയാണ് മർദ്ദിച്ചത്. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഹോക്കി സ്റ്റിക്ക് കൊണ്ട് യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഞായറാഴ്ച രാത്രിയായിരുന്നു സംഭവം. ബാറിനുള്ളിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ യുവാവിനെ ക്രൂരമായി ആക്രമിച്ച് ബാറിൽ നിന്ന് പുറത്തേക്കാക്കുകയും പിന്നീട് റോഡിൽ വെച്ചും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ കയ്യാങ്കളി. ജനപ്രതിനിധികളും ആശുപത്രിയിലെ സെക്രട്ടറിയും ചികിത്സ തേടി. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, താലൂക്ക് ആശുപത്രി ലേ സെക്രട്ടറി ഷഫീർ എന്നിവരാണ് ചികിത്സ തേടിയത്. ചർച്ചയ്ക്കിടയിൽ ആശുപത്രിയിലെ ലേ സെക്രട്ടറി അക്രമാസക്തനായതോടെ ജനപ്രതിനിധികൾ ഇടപെട്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്നാണ് നഗരസഭാ അധികൃതരുടെ വാദം. സംഭവത്തെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് ലേ സെക്രട്ടറി ഷഫീർ പറഞ്ഞു. താലൂക്ക് ആശുപത്രിയിൽ വിവിധ ലാബ് പരിശോധനകളുടെ പണമിടപാടിൽ കൃത്രിമം നടന്നതായി ആരോപണമുയരുകയും തുടർന്ന് വിജിലൻസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ ഒരു താൽക്കാലിക ജീവനക്കാരി രാജിവെച്ച് പോയിരുന്നു. എന്നാൽ ആശുപത്രി അധികൃതർ ഈ ജീവനക്കാരിക്ക് പുനർനിയമനം നൽകി. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനായി നഗരസഭാ ചെയർപേഴ്സൺ ആശുപത്രി സൂപ്രണ്ടിനെയും ലേ സെക്രട്ടറിയെയും നഗരസഭാ ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി. ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിനിടയിലാണ് കയ്യാങ്കളിയുണ്ടായത്. പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ പുനർനിർമ്മാണത്തിന് അനുവദിച്ച ഫണ്ട് സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്ത എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിന് ഇടയാക്കി. മങ്ങാട് പള്ളിക്ക് സമീപത്തു നിന്ന് ആരംഭിച്ച മാർച്ച് സെന്ററിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു.
തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPM നേതാവ് കൂടിയായ S ബസന്ത്ലാൽ റീബിൽഡ് കേരളയുടെ 1.5 കോടി രൂപ ദുരുപയോഗം ചെയ്ത് സ്വന്തം സ്ഥലത്തിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെന്നും വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചെന്നും കെ അജിത് കുമാർ ആരോപിച്ചു. ഒരുപാട് ദുരിതങ്ങൾ കഴിഞ്ഞ പ്രളയവും അതിനു മുമ്പുള്ള പ്രളയവും ഒക്കെയായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി പഞ്ചായത്തിലുണ്ട്. അതിനുവേണ്ടി സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് സ്വന്തം വികസനത്തിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് പരമ്പരാഗതമായി ബസന്ത്ലാലിനും അദ്ദേഹത്തിന്റെ പൂർവികർക്കും ഒക്കെ അതാണ് ശീലം. പ്രളയത്തിന്റെ ഫണ്ട് കിട്ടിയപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിലോ മറ്റോ ചർച്ച ചെയ്യാതെ ആളുകൾക്ക് വേറെ എവിടെങ്കിലും ഇതിനേക്കാൾ പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്ന് ചർച്ച പോലും ചെയ്യാതെ അദ്ദേഹത്തിന്റെ വീടിന്റെ പറമ്പ് പുറമ്പോക്കടക്കമുള്ള ആ സ്ഥലം പണ്ടുകാലത്ത് പരാതി കൊടുത്ത് പുറമ്പോക്കായിട്ടിരിക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന സ്ഥലം മതില് കെട്ടി സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, TK ദേവസി, PS സുനീഷ് എന്നിവർ പങ്കെടുത്തു. പ്രതിഷേധ യോഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. പിന്നീട് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. ഉന്തിലും തള്ളിലും ഏതാനും ചില പ്രവർത്തകർക്കും ഒരു പോലീസ് ഓഫീസർക്കും നിസാര പരിക്കേറ്റു. മാർച്ചിന് MC ഐജു, NK കബീർ, അജു നെല്ലുവായ്, KR രാധിക, സുജാത തുളസി, റീന വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. മാള അഷ്ടമിച്ചിറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. പഴമ്പിള്ളി വീട്ടിൽ 36 വയസ്സുള്ള ശ്രീഷ്മയാണ് മരിച്ചത്. ഭർത്താവ് വാസനെ സംഭവ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജനുവരി 29 രാത്രിയായിരുന്നു സംഭവം. കൈയും കാലും അറ്റുപോകുന്ന അവസ്ഥയിലായിരുന്ന ശ്രീഷ്മയെ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 5 ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു. ഇടയ്ക്കിടെ ബോധാവസ്ഥയിലെത്തിയിരുന്ന ശ്രീഷ്മ 3 ദിവസം മുൻപ് വരെ സംസാരിച്ചിരുന്നു. പിന്നീട് ആരോഗ്യനില മോശമാവുകയായിരുന്നു. അമ്പഴക്കാട് ധാന്യമില്ലിലെ ജോലിക്കാരിയായിരുന്ന സുരീഷ്മയെ ഭർത്താവിന് സംശയമായിരുന്നു. സംഭവ ദിവസം വീടിന്റെ മുറ്റത്തുനിന്ന് സുരീഷ്മ അമ്മയുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷം വീട്ടിലേക്ക് കയറിയപ്പോഴാണ് ഭർത്താവ് വെട്ടിയത്. മക്കളുടെ മുന്നിൽ വെച്ചാണ് വാസൻ ഭാര്യയെ തുടർച്ചയായി വെട്ടിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷഹീർ ബാബുവിനെ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ സസ്പെൻഡ് ചെയ്തു. ED ചമഞ്ഞ് പണം തട്ടിയ സംഭവത്തിൽ കർണാടക പോലീസ് ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കർണാടക പോലീസ് ഷഹീർ ബാബു ഉൾപ്പെടെ 6 പേരെ അറസ്റ്റ് ചെയ്തത്. പഴുവിലിൽ ഫാം ജീവനക്കാരനെ മർദ്ദിച്ച കേസിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഴുവിൽ സ്വദേശി ചക്കാമഠത്തിൽ വീട്ടിൽ സുദീപിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 14-നാണ് കേസിന് ആസ്പദമായ സംഭവം. സുദീപ് മദ്യപിച്ച് ഫാമിലെത്തി അസഭ്യം പറഞ്ഞത് മോഹനൻ ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. സുദീപിനെതിരെ വാടാനപ്പള്ളിയിലും അന്തിക്കാടുമായി 3 ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ KS സുബിന്ദിന്റെ നേതൃത്വത്തിൽ SI-മാരായ അഭിലാഷ്, ജയൻ, സിവിൽ പോലീസ് ഓഫീസറായ അനൂപ്, പ്രതീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വെള്ളിക്കുളം വലിയ തോട്ടിലെ കോപ്ലിപ്പാടം തടയണയിലെ ഷട്ടറുകൾ ഉയർത്തിയതോടെ മറ്റത്തൂർ ഗ്രാമീണ ശുദ്ധജല പദ്ധതിയുടെ പമ്പിംഗ് അവതാളത്തിലായി. പമ്പ് ഹൌസിലെ കിണറിൽ ജലവിതാനം താഴ്ന്നതാണ് ജലവിതരണത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മറ്റത്തൂർ കൃഷിഭവന് കീഴിലെ കോപ്ലിപ്പാടം പാടശേഖരത്തിൽ നെല്ല് വിളഞ്ഞതിനെ തുടർന്നാണ് തടയണയിലെ ഷട്ടറുകൾ ഉയർത്തിയത്. തടയണയിൽ വെള്ളം സംഭരിച്ചു നിർത്തിയാൽ പാടശേഖരത്തിൽ വെള്ളം നിറയാനും കൊയ്ത്തുയന്ത്രം ഇറക്കാനും കഴിയാതെ വരും. ഇത്തരത്തിൽ കൊയ്ത്തിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ഷട്ടർ ഉയർത്തി തടയണയിലെ ജലനിരപ്പ് കുറച്ചത്. എന്നാൽ കോപ്ലിപ്പാടം തടയണയിൽ സംഭരിച്ചു നിർത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് പാടശേഖരത്തോട് ചേർന്നുള്ള പമ്പ് ഹൌസിലെ കിണറിൽ ജലവിധാനം നിലനിൽക്കുന്നത്. ഷട്ടർ ഉയർത്തിയതോടെ പമ്പ് ഹൌസ് കിണറിലെ ജലവിധാനവും താഴ്ന്നു. ഇതുമൂലം തുടർച്ചയായി 2 മണിക്കൂർ പോലും പമ്പിംഗ് നടത്താനാവാത്ത അവസ്ഥയാണ്. കൊയ്ത്തിന് വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങൾ നമ്മുടെ പാടത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടി ആ പാടം ഡ്രൈ ആയിട്ട് ഇടണം. എന്നാലാണ് നമുക്ക് കൊയ്ത്തിനായിട്ട് യന്ത്രങ്ങൾ അവിടെ ഇറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്നവരൊക്കെ കുടിവെള്ളമില്ലാതെ ആഴ്ചകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ കുളത്തിന്റെ പരിസരത്തേക്ക് വെള്ളം തോട്ടിൽ ചീപ്പിട്ടുകൊണ്ട് ആ വെള്ളം പാടത്തും അല്ലെങ്കിൽ ആ കുളത്തിന്റെ പരിസരത്തിലേക്ക് എത്തിയാൽ മാത്രമാണ് നമ്മുടെ കുളത്തിൽ വെള്ളം ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുകയും ഇവിടെ നിന്ന് പമ്പ് ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങുകയുള്ളൂ. പമ്പിംഗ് അവതാളത്തിലായതിനെ തുടർന്ന് പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ മുരിക്കുങ്ങൽ, താളൂപ്പാടം, കൊള്ളിക്കുന്ന്, അമ്പനോളി,
മാങ്കുറ്റിപ്പാടം, ശാന്തിനഗർ പ്രദേശങ്ങളിലേക്ക് ശരിയായ തോതിൽ വെള്ളം എത്തുന്നില്ലെന്ന് ജനങ്ങൾ പരാതിപ്പെട്ടു. മുൻവർഷങ്ങളിൽ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. എല്ലാ വർഷവും ഇതുപോലെ 10-20 ദിവസം ഈ കോടാലി ഈ പാടം കൊയ്ത് കഴിയുന്നവരെ കാത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ജനങ്ങൾക്കൊരു മോചനം വേണം. എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ, അവിടെ സ്ഥലം വാങ്ങിക്കൊണ്ട് അവിടെ കുളം നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഈ കുടിവെള്ള ഈ എല്ലാ വർഷവും ഉണ്ടാവുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണം. പമ്പ് ഹൗസിന് 100 മീറ്റർ മാത്രം അകലെയുള്ള വെള്ളിക്കുളം വലിയ തോടിനോട് ചേർന്ന് പുതിയ കിണർ നിർമ്മിച്ച് ജലവിതരണത്തിന് സംവിധാനമൊരുക്കിയാൽ വർഷം തോറും വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന പമ്പിംഗ് പ്രതിസന്ധിക്ക് ശാസ്ത്രീയ പരിഹാരം കാണാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. TCV ന്യൂസ്, കൊടകര. യുവാവിനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. മനക്കുടി സ്വദേശി കാട്ടുതിണ്ടി വീട്ടിൽ ആകാശ് കൃഷ്ണയെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് മനക്കുടി സ്വദേശി അഭിജിത്തിനെ 3-അംഗ സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. 1.5 വർഷം മുൻപ് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിൽ നിന്നും ലഭിക്കാനുണ്ടായിരുന്ന ശമ്പളത്തെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമായതെന്ന് പോലീസ് പറഞ്ഞു. ഈ കേസിൽ 2 പേരെ കൂടി പിടികൂടാനുണ്ട്. അന്തിക്കാട് പോലീസ് സബ് ഇൻസ്പെക്ടർ സുബിന്ദിന്റെ നേതൃത്വത്തിൽ SI-മാരായ അഭിലാഷ്, കൊച്ചുമോൻ, സിവിൽ പോലീസ് ഓഫീസറായ അനൂപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പാറയമ്പാടം പെട്രോൾ പമ്പിനു സമീപം ആഡംബര കാർ അപകടത്തിൽപ്പെട്ടു. കുന്നംകുളം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. പാതയോരത്തെ ജലവിതരണ പൈപ്പിൽ ഇടിച്ചതിന് ശേഷം നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോട്ടയ്ക്കൽ സ്വദേശിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. എളവള്ളിയിൽ ഗൃഹനാഥന്റെ മരണത്തെ തുടർന്ന് നിർമ്മാണം പാതിവഴിയിൽ നിലച്ച വീട് നിർമ്മാണം പൂർത്തീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. എളവള്ളി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുടെ വീടാണ് മണ്ഡലം കമ്മിറ്റിയും വാർഡ് കമ്മിറ്റിയും ചേർന്ന് പൂർത്തീകരിച്ച് നൽകിയത്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വാഗ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ OJ ഷാജൻ, സീമ ഷാജു, ചാവക്കാട് താലൂക്ക് റൂറൽ ഹൌസിംഗ് സഹകരണ സംഘം പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ, AD സാജു, ബാബു ആളൂർ, കോയ പൊക്കകിലത്ത്, രവീന്ദ്രൻ കാക്കനാട്ട്, PU കമറുദ്ദീൻ, റാഫി എളവള്ളി എന്നിവർ പ്രസംഗിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 2025-26 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S. നായർ ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളിക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമന സുഗതൻ, ഷീജ സുരേഷ് എന്നിവർ സംസാരിച്ചു. പ്രായമാകുമ്പോൾ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന വളർത്തുമൃഗങ്ങളുടെ പ്രതിനിധിയാണ് കുഞ്ഞൻ എന്ന നായ. ഉടമ തെരുവിൽ തള്ളിയ കുഞ്ഞൻ ഇന്ന് അനാഥനല്ല. സലീഷയെയും അമ്പിളിക്കല ടീച്ചറെയും പോലുള്ള സന്മനസ്സുകൾ അവന് തുണയായുണ്ട്. കൊടുങ്ങല്ലൂർ കിഴക്കേനടയിലുള്ള ഭാരത് പെട്രോളിയത്തിന്റെ പെട്രോൾ പമ്പിലെ അന്തേവാസിയാണ് കുഞ്ഞൻ. ഗോൾഡൻ റിട്രീവർ സങ്കരയിനത്തിൽപ്പെട്ട കുഞ്ഞന് പ്രായമേറിയപ്പോൾ ഉടമ ഉപേക്ഷിച്ചതാവാമെന്നാണ് സൂചന. മാസങ്ങളോളം തൃപ്പേക്കുളം നഗരത്തിൽ അലഞ്ഞുതിരിഞ്ഞിരുന്ന കുഞ്ഞന് മതിലകം തൃപ്പേക്കുളം LP സ്കൂളിലെ പ്രധാനാധ്യാപിക അമ്പിളി ടീച്ചർ ഭക്ഷണം നൽകി വരികയായിരുന്നു. പിന്നീടാണ് അവൻ കിഴക്കേനടയിലെ പെട്രോൾ പമ്പിലെത്തിയത്. തുടർന്ന് പമ്പിലെ ജീവനക്കാരിയായ സലീഷ കുഞ്ഞനെ ദത്തെടുക്കുകയായിരുന്നു. ടീച്ചറും സലീഷയും ചേർന്ന് കുഞ്ഞന് പ്രതിരോധ കുത്തിവെപ്പെടുപ്പിക്കുകയും ഗ്രൂമിംഗ് സെന്ററിൽ കൊണ്ടുപോയി കുളിപ്പിച്ച് സുന്ദരനാക്കുകയും ചെയ്തു. തുടങ്ങി ഞാൻ ഫീഡ് ചെയ്യാറുണ്ട് അവനെ കാണുമ്പോഴൊക്കെ. പിന്നെ കുറച്ച് ദിവസം അവൻ പുല്ലൂറ്റുണ്ടായിരുന്നു. അങ്ങനെ പുല്ലൂറ്റ് കുറച്ച് ദിവസം ഞാൻ ഫീഡ് ചെയ്തു. പിന്നെ അവനെ കാണാണ്ടായി. പിന്നെ ഞാൻ അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഈ പമ്പിൽ അവനെ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ഈ കുട്ടി ഭക്ഷണം കൊടുക്കണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ എന്നാലോചിച്ചിട്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇവിടെ അന്വേഷിക്കുമ്പോൾ എന്നും സലീഷ അവനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അവനെല്ലാ നേരം 2-3 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവനെല്ലാം ചെയ്യുന്നുണ്ട്. അവനിപ്പോൾ ഇവിടുത്തെ ഒരു അന്തേവാസിയായി. ഇവിടെ ഒരു ദിവസം ഇതേപോലെ ഉച്ചയ്ക്ക് വന്നു കയറിയതാണ്. ആ ഷെഡിൽ ഒരു മൂലയിൽ ഒതുങ്ങി കൂടി കിടക്കുകയായിരുന്നു. പാവം തോന്നിയിട്ട് ഞാൻ
ചാടിയാൻ പോണത് പെറോട്ട കഴിച്ചുകൊണ്ട് കൊടുത്തു, ആള് കഴിച്ച് ബിസ്ക്കറ്റ് കൊടുത്തു. പിന്നെ ഇവിടെ തന്നെ സ്ഥിരമായി. എന്നാലും ഇടയ്ക്ക് പോകും, ആള് പുറത്ത് പോയി കറങ്ങിയിട്ട് വരും. എന്നാലും ഉച്ചനേരം ആകുമ്പോൾ വരലുണ്ട് ഫുഡ് കൊടുക്കുക. ഞാൻ വീട്ടിൽ നിന്ന് 2000-നുള്ള ഫുഡ് കൊണ്ടുവരും അവന്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വന്ന് കൊടുത്തിട്ടേ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് കയറാറുള്ളൂ. പെട്രോൾ പമ്പിലെ മറ്റ് ജീവനക്കാർക്കും കുഞ്ഞൻ പ്രിയപ്പെട്ടവനാണ്. നാളിതുവരെ കുഞ്ഞൻ വിശപ്പറിയാതെ കഴിയുന്നത് സലീഷയുടെ കരുതൽ ഒന്നുകൊണ്ട് മാത്രമാണ്. വീടുകളിൽ വളരുന്ന ഓമന മൃഗങ്ങൾക്ക് സ്വന്തമായി ഭക്ഷണം തേടാനും ശത്രുക്കളുടെ ആക്രമണത്തെ നേരിടാനുമുള്ള ശേഷി കുറവായിരിക്കും. ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്ന വളർത്തുമൃഗങ്ങൾ തെരുവിന്റെ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ ജീവൻ വെടിയുകയാണ് പതിവ്. കുഞ്ഞനെ ഭാഗ്യവും നന്മയും തുണച്ചുവെങ്കിലും തെരുവിൽ ഒട്ടനവധി കുഞ്ഞന്മാർ ഉപേക്ഷിക്കപ്പെട്ട് അലയുന്നുണ്ട് ഇപ്പോഴും. നന്മ പറ്റാത്ത മനുഷ്യരുടെ തണലിൽ ജീവിക്കുമ്പോൾ കുഞ്ഞനിത് 2ാം ജന്മമാണ്. TC വിനോസ്, കൊടുങ്ങല്ലൂർ. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തും. ബുധനാഴ്ച അന്നമനട പഞ്ചായത്തിലെ മാമ്പ്രയിൽ നിന്ന് തുടങ്ങുന്ന ജാഥ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു ഉദ്ഘാടനം ചെയ്യും. മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ് നയിക്കുന്ന ജാഥ 23-ന് മാളയിൽ സമാപിക്കും. തുടർന്ന് 25-ന് തൃശൂർ BSNL ഓഫീസ് ഉപരോധത്തിൽ പങ്കെടുക്കുമെന്നും ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സന്തോഷ്, CS രഘു, KV ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ഭാരതപ്പുഴയിൽ ആനകളുടെ നീരാട്ട് കൗതുക കാഴ്ചയായി. ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായി വിവിധ ദേശക്കാരുടെ ആനകൾ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന്റെ സമീപത്തുള്ള ഭാരതപ്പുഴയിലാണ് നീരാടാൻ എത്തിയിരുന്നത്. കനത്ത ചൂടിനെ തുടർന്ന് പുഴയിൽ നീരാടുന്ന ആനകളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കാനായി നിരവധി പേരാണ് എത്തിയത്. തൃശൂർ സൗന്ദര്യ പ്രദർശന മത്സരം ഫെബ്രുവരി 21-ന് വൈകിട്ട് 4 മണിക്ക് എരുമപ്പെട്ടി സ്കൈ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷനും MR ഫിറ്റ്നസ് സെന്ററും സംയുക്തമായാണ് ജില്ലാതലത്തിൽ മിസ്റ്റർ ആൻഡ് മിസ് സൗന്ദര്യ മത്സരം സംഘടിപ്പിക്കുന്നത്. 10ഓളം കാറ്റഗറികളിലാണ് മത്സരം നടക്കുന്നത്. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനാകും. കേരള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് പ്രസിഡന്റ് സത്താർ ആദൂർ, മിസ്റ്റർ ഇന്ത്യ ഇന്റർനാഷണൽ ബോഡി ബിൽഡർ സനീഷ് സഹദേവൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് മെമ്പർ MM സലീം, വാർഡ് മെമ്പർ MC ഐജു, M പണിക്കർ, മുജീബ് റഹ്മാൻ എന്നിവർ പങ്കെടുക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ AM മുഹമ്മദ് റാഫി, AS പ്രശാന്ത്, MP മുഹമ്മദ് സുൽത്താൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുള്ളൂർക്കര പഞ്ചായത്തിലേക്ക് BJP വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് നടത്തി. BJP ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് MA രാജു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. MK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം മോഹനൻ പാമ്പിൻകാവിൽ, ചെറുതുരുത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി AV വിജീഷ്, SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് KK കൃഷ്ണൻകുട്ടി, മണ്ഡലം സെക്രട്ടറി MV ഷാജു, പഞ്ചായത്ത് സെക്രട്ടറി PB സുമേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ മുരളീധരൻ, സന്തോഷ് തുടങ്ങിയ നേതാക്കൾ മാർച്ചിന് നേതൃത്വം നൽകി. ജനസംഖ്യയിലും വിസ്തൃതിയിലും ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വേറിട്ടതും മികവുറ്റതുമായ പ്രവർത്തനങ്ങളിലൂടെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സംസ്ഥാനതല പുരസ്കാരം നേടിയെടുത്തത്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 3ാം സ്ഥാനം നേടിയ മറ്റത്തൂരിന് 30 ലക്ഷം രൂപയും സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവുമാണ് പുരസ്കാരമായി ലഭിക്കുക. കഴിഞ്ഞ വർഷം ജില്ലയിൽ 2ാം സ്ഥാനക്കാരായിരുന്ന മറ്റത്തൂർ ഇത്തവണ സംസ്ഥാനത്തെ 941 പഞ്ചായത്തുകളിൽ 938 എണ്ണത്തെയും പിന്തള്ളിയാണ് ഈ നേട്ടം കൈവരിച്ചത്. വികസന പ്രവർത്തനങ്ങളിൽ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായ കൂട്ടായ്മ വളർത്താനായതാണ് മറ്റത്തൂരിനെ ഈ നേട്ടത്തിന് അർഹമാക്കിയതെന്ന് പ്രസിഡന്റ് അശ്വതി വിബി പറഞ്ഞു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് ഇത്തവണ കേരള സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിനുള്ള 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. 941 ഗ്രാമപഞ്ചായത്തുകളിലെ മികവ് പരിശോധനയിലാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് തൃശൂർ ജില്ലയിലെ മികച്ച 2ാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ തലത്തിൽ തന്നെ 3ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ കൂടെ നിന്ന എല്ലാ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകര്, സന്നദ്ധ പ്രവർത്തകര്, നല്ലവരായ നാട്ടുകാര് എല്ലാവരെയും ഓർക്കുകയാണ്, നന്ദി കൂടി അർപ്പിക്കുകയാണ്. ജലാശയങ്ങളെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ, വെള്ളിക്കുളം വലിയതോട് ശുചീകരണം, കൊടുങ്ങച്ചിറ ചെമ്പൂച്ചിറ കുളങ്ങളുടെ നവീകരണം, പൊതുകിണറുകളുടെ ശുചീകരണം എന്നിവയും പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും മോഡൽ പ്രീ പ്രൈമറി സ്കൂളാക്കി മാറ്റിയതും മറ്റത്തൂരിന്റെ നേട്ടങ്ങളായി പരിഗണിക്കപ്പെട്ടു. അങ്കണവാടികൾ സ്മാർട്ടാക്കുകയും ആരോഗ്യ കേന്ദ്രങ്ങൾ നവീകരിക്കുകയും ചെയ്തു.
സ്ത്രീകളിലെ വിളർച്ച പരിഹരിക്കുന്നതിനായി ആവിഷ്കരിച്ച HB12 പദ്ധതി, മികച്ച രീതിയിലുള്ള വയോജനക്ഷേമ പ്രവർത്തനങ്ങൾ, ജെൻഡർ റിസോഴ്സസ് സെന്റർ, വുമൺ ഫെസിലിറ്റേറ്റർ പദ്ധതി എന്നിവ പഞ്ചായത്തിൽ മാതൃകാപരമായി നടപ്പാക്കി. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് രൂപം നൽകിയ മറ്റത്തൂർ മട്ട പോലെയുള്ള പദ്ധതികളും കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഉയരെ പദ്ധതിയുമെല്ലാം ശ്രദ്ധ നേടി. ഏറ്റവും കൂടുതൽ ഫയലുകൾ തീർപ്പാക്കി സദ്ഭരണം ഉറപ്പുവരുത്തുന്നതിലും കയ്യേറ്റം ഒഴിവാക്കി തോടുകളെ വീണ്ടെടുക്കുന്നതിലും മറ്റത്തൂർ മാതൃകയായി. വനിതകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വനിതാ ജിം യോഗ പദ്ധതി നടപ്പാക്കിയതും കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ സൃഷ്ടിച്ചതുമെല്ലാം മറ്റത്തൂരിന്റെ നേട്ടങ്ങളാണെന്ന് പ്രസിഡന്റ് അശ്വതി ബേബി പറഞ്ഞു. TCV ന്യൂസ്, കൊടകര. കുളവാഴ നിറഞ്ഞു മലിനമായ പുളിച്ചിറക്കെട്ട് ശുചീകരിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, പ്രസന്ന രണദിവെ, കൌൺസിലർ MR രാധാകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ ജീന രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മുരിങ്ങത്തേരി കോട്ടക്കുന്നിൽ തീപിടുത്തം. 5 ഏക്കറോളം സ്ഥലത്തെ പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും അഗ്നിക്കിരയായി. പഞ്ചായത്ത് മെമ്പർ NP അജയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും ഫോറസ്റ്റ് ജീവനക്കാരും ചേർന്ന് 3 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണച്ചത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,940 രൂപ, പവന് 63,520 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,479 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി പോട്ട ബാങ്ക് കൊള്ളക്കേസിലെ പ്രതി റിജോ ആന്റണി റിമാൻഡിൽ. പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ നൽകി. ബാങ്കിലും സുഹൃത്തിന്റെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തദ്ദേശ ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പ്രഖ്യാപിച്ചു. മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം ഗുരുവായൂരിനും മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം വെങ്കിടങ്ങിനും ലഭിച്ചു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ 2ാം ഘട്ട ചികിത്സാ ദൌത്യം ചൊവ്വാഴ്ച തുടങ്ങും. ദൌത്യത്തിനായി കുങ്കിയാനകളെ എത്തിച്ചു. പെരുമ്പിലാവിൽ ബാറിൽ സംഘർഷത്തിൽ യുവാവിന്റെ തലയോട്ടി അടിച്ചു തകർത്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പെരുമ്പിലാവ് സ്വദേശി ഷക്കീറിനാണ് സുരക്ഷാ ജീവനക്കാരുടെ മർദ്ദനമേറ്റത്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ കയ്യാങ്കളി. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. മാളാഷ്ടമിച്ചിറയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ മരിച്ചു. പഴമ്പള്ളി വീട്ടിൽ ശ്രീഷ്മയാണ് മരിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.